ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഉയർപ്പ് കാലം കഴിഞ്ഞ് ആരാധനക്രമ വർഷത്തിൽ ശ്ലീഹക്കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്ലീഹക്കാലം ഒന്നാം ഞായർ, ഒന്നാമത്തെ ആഴ്ച. ഈ ശ്ലീഹക്കാലം എന്താണ് നമ്മളോട് പറയുന്നത്? ആരാധനക്രമ വർഷത്തിൽ ഓരോ ഘട്ടവും ഓരോ കാലഘട്ടവും ഈശോയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയാണ് അനുസ്മരിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. ശ്ലീഹക്കാലം എന്ന് പറഞ്ഞാൽ ശ്ലീഹ, അപ്പസ്തോലൻ എന്നൊക്കെ പറയുന്ന ഒരേ അർത്ഥമുള്ള വാക്കുകളാണിതെല്ലാം. ശ്ലീഹ എന്ന് പറയുന്നത് അറമായ വാക്കാണ്. അതിനർത്ഥം അയക്കപ്പെട്ടിരിക്കുന്ന, അയക്കപ്പെടുന്ന, അയക്കപ്പെട്ടവർ, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണിത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ഈശോയുടെ ശിഷ്യന്മാർ തൻ്റെ സുവിശേഷം, തൻ്റെ വലിയ നല്ല നല്ല വാക്കുകൾ, അത് ജനത്തെ, രക്ഷയുടെ വാക്കുകൾ, സന്ദേശം അറിയിക്കാനായിട്ട് അയക്കപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ്. ഈ ശ്ലീഹന്മാർ, അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാർ, ഈശോയുടെ മറ്റ് ശിഷ്യന്മാരെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ട് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ കേരളത്തിലേക്ക് തോമാസ് ലീഹ വന്നു. യഥാർത്ഥത്തിൽ തോമാസ് ലീഹ ഇങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്തത്? ഇവിടെയുള്ളവരുടെ സാംസ്കാരികമായ ഒരു പശ്ചാത്തലത്തിൽ തനിക്ക് ഈശോയിൽ നിന്ന് ലഭിച്ച ആ രക്ഷയുടെ സന്ദേശം പറഞ്ഞു തരികയാണ് ചെയ്തത്. നമുക്കറിയാം, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് സ്വീകരിക്കപ്പെടുക. അതിൻ്റെ കാതലായ സന്ദേശം ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ അത് നമ്മൾ സ്വീകരിക്കുന്ന രീതി, അത് പ്രകടിപ്പിക്കുന്ന രീതി, ജീവിക്കുന്ന രീതി ഒക്കെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള റീത്തുകളൊക്കെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സൂയിയൂറിസ്റ്റ് ചർച്ച്, വ്യക്തിഗത സഭകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. സഭയിൽ നമുക്കറിയാം പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സഭാ വിഭാഗങ്ങളുണ്ട്. എല്ലാവരും കത്തോലിക്കർ തന്നെ. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുടെ പേരിൽ അല്പസ്വല്പം നമ്മുടെ ആചരണങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ, കൂദാശകളുടെ പരിഗണന എല്ലാം വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഏതായിരുന്നാലും ഒരേ വിശ്വാസവും ഒരേ കൂദാശയും, അതുപോലെ ഒരേ പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ ഒരേ നമുക്കറിയാം ഗവേണൻസ്, അല്ലെ ഭരണം എന്ന് പറയുന്ന, അങ്ങനെ ആണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഒരു മോണോ ബ്ലോക്ക്, വലിയൊരു കരിങ്കൽ പാറ പോലെയല്ല. പ്രത്യേകത ഇങ്ങനെ ഒരു കൂട്ടായ്മയാണത്. പല സഭകൾ കൂടി ചേരുന്നൊരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സഭയിലും ആയിരിക്കുന്നവർ അതാത് കൂട്ടായ്മകളിൽ ഇത് ചെയ്യണമെന്നാണ് സഭയുടെ പ്രബോധനം. കാരണം എന്താണ്? ഓരോ സ്ഥലത്തും ഈ വിശ്വാസം ജീവിച്ചത്, പ്രകടിപ്പിച്ചത് അത് പ്രത്യേകമായ രീതിയിലാണ്. അത് നഷ്ടപ്പെട്ടു പോകാൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളത് സഭയുടെ ഒരു പൊതു പ്രബോധനമാണ്. പലപ്പോഴും പറയും, ഈ വിദേശ രാജ്യങ്ങളൊക്കെ അവിടെ ചെന്ന് എന്തിനാണ് നമ്മൾ പള്ളിയൊക്കെ വെക്കുന്നത്? നമ്മൾ മെത്രാന്മാർക്കും അച്ഛന്മാർക്കൊക്കെ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കാൻ കാശുണ്ടാക്കി, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വരും. പക്ഷേ ഈ കത്തോലിക്ക സഭയുടെ പ്രബോധനം അതല്ല. ഈ പ്രബോധനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പ്രബോധനമില്ല നമ്മളാരും അങ്ങനെ പോവുകയല്ലോ. സ്വാഭാവികമായിട്ടും അതാണ് സഭയുടെ പ്രബോധനം. അതെല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ശ്ലീഹക്കാലത്ത് ഇങ്ങനെ നമ്മൾ ഈ കാര്യമാണ് അനുസ്മരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരും ദൈവം പറഞ്ഞു വിട്ടിരിക്കുന്നു. ആ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ളതാണ് ഒന്നാമത്തെ വായന. ഇവിടെ സൃഷ്ടികർമ്മത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങി പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച വിശ്രമത്തെ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. ഇതാണ് ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ ഉൽപ്പത്തി ചരിത്രം. പിന്നെ അവിടെ ഭൂമിയിൽ ഓരോ കാര്യവും ദൈവം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് എന്താ ചെയ്യുന്നത്? ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. പൂഴിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി ഈ ഏദൻ തോട്ടത്തിൽ ആക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജീവൻ്റെ ശ്വാസം അങ്ങോട്ട് നിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവികമായൊരു അംശം നമ്മളിലുണ്ട്. നമ്മൾ ഈ ശ്ലീഹക്കാലത്ത് പറയേണ്ടത് എന്താണ്? ഈ കാര്യം നമ്മൾ പറയണം. ഈ ലോകത്തിലുള്ള സകലരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും പരസ്പരം കൊല്ലാനും തല്ലാനും ഇല്ലായ്മ ചെയ്യാനും കീഴ്പ്പെടുത്താനൊന്നും അവകാശമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് അത്ര എളുപ്പമൊന്നുമല്ല, എല്ലാവർക്കും സ്വീകാര്യമല്ല. പക്ഷേ നിരന്തരമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം ഇതാണ്. അതുകൊണ്ട് ഈ ദൈവമായ കർത്താവായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അത് പ്രതീകാത്മകമായിട്ട് നമ്മളെ ദൈവം ജനിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല.
അങ്ങനെ മക്കളായിരിക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സഹോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തല്ലേ കൊണ്ടുവന്ന് തന്ന ആ രക്ഷാകരമായ ജീവിതം നമുക്ക് ഉണ്ടാകുന്നത്, ജീവിക്കാനായിട്ട് കഴിയുന്നത്. അല്ലെ സാധിക്കില്ല. നമ്മൾ പരസ്പരം നിരന്തരമായിട്ട് വഴക്കും യുദ്ധങ്ങളുമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളവർക്ക് ഈ പഴയ നിയമത്തിൽ ഒന്ന് നോക്കിയേ, എല്ലായിടത്തും നമ്മൾ കാണുന്ന യുദ്ധങ്ങളാണ്. രാജാക്കന്മാർ പരസ്പരം യുദ്ധത്തിന് പോവുകയാണ്. വസന്തകാലത്തിൽ അവർ യുദ്ധത്തിന് പോകുന്നത്, മഴയും തണുപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തിനാ പോകുന്നത്? കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ്. അയൽ രാജ്യത്ത് പോയിട്ട് കൊള്ളയടിച്ച് അവിടുത്തെ സ്വത്ത് മുഴുവൻ കൊണ്ടുവന്ന് സുഖകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പണിയെടുത്ത് ജീവിക്കുകയല്ല അവർ ചെയ്യുന്നത്. അപ്പോഴിങ്ങനെയുള്ള ഒരു ജീവിത ശൈലിയെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ പറയുന്നത്. നമ്മളത് അനുകരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇങ്ങനെയുള്ളൊരു ജീവിത ശൈലിയാണ് കർത്താവ് മാറ്റിമറിക്കാൻ വന്നത്. ഈ ശൈലി ശരിയല്ല, ഇതിനെ മാറ്റിമറിച്ച് കർത്താവ് പറഞ്ഞതുപോലെയുള്ളൊരു ശൈലിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുരിശിൽ തറച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പിതാവ്, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ അവിടുത്തെ രക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികളായിട്ട് എല്ലാവരും തീരണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരോടും നമ്മൾ ഇത് പറയണം. നമ്മളൊരുപാട് സ്കൂളും കോളേജും ആശുപത്രിയൊക്കെ വെച്ചിട്ടുണ്ടാകും. അതിലൂടെ നമ്മളിത് പറഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് നമ്മുടെ മനോഭാവമായിരിക്കേണ്ടത്. നമ്മുടെ പ്രവൃത്തിയുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം ഇതായിരിക്കണമെന്ന് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചോ എന്നുള്ളതാണ്. അത് പഠിപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കർത്താവിനെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞില്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെയുള്ളവരൊരിക്കലും കർത്താവ് പിതാവിൻ്റെ മുമ്പിലും ഏറ്റുപറയില്ല. അതുകൊണ്ട് നമുക്ക് വലിയൊരു ദൗത്യം തരികയാണ്. എന്ത്? ഈ ഭൂമിയിലെ സകലരോടും ഈ ഒരു കാര്യം പറയാനായിട്ട്. രണ്ടാമത്തെ വായന ശ്ലീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നാണ്. രണ്ടാമത്തെ അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പന്തക്കുസ്താന ദിനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ശ്ലീഹക്കാലത്ത് എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാം. പന്തക്കുസ്താ തിരുനാളിൽ സംഭവിക്കുന്നത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാല പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന്മേലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ യെരൂശലേമിലുണ്ടായിരുന്നു. ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്ന കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലയരാണല്ലോ. നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയാക്കാരും മേരിയാക്കാരും ഏലാമിയക്കാരും മെസൊപ്പൊട്ടോമിയൻ നിവാസികളുടെ യൂദയായാലും കപ്പദോക്യായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പംഫീലിയായാലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും, അങ്ങനെ ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത്? പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദജനങ്ങളെ, ജെറൂസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ. എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്ന അങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ പെന്തക്കോസ്താ ദിനം എന്താ സംഭവിച്ചത്? അവർ കൂടിയിരുന്ന ആ വീട്ടിൽ വലിയ കാറ്റും ബഹളമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇവരുടെ എല്ലാം മേലിങ്ങനെ തീനാളങ്ങളുടെ രൂപത്തിൽ ആത്മാവ് വന്നു. എന്തേ തീനാളങ്ങളുടെ രൂപത്തിൽ വന്നു? ആ ഒരു പ്രാവിൻ്റെ രൂപത്തിൽ വരാൻ പാടില്ലായിരുന്നു. ഈശോയുടെ മേൽ ജ്ഞാനസ്നാന സമയത്ത് വന്നതുപോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാൻ പാടില്ലായിരുന്നു. അതായത് ഇത് ഏത് രാജ്യത്തു നിന്ന് വന്നവരാണെങ്കിലും ഒരു ഭൂരിപക്ഷം പേരും യഹൂദരാണ്. ഓരോ രാജ്യത്തും പോയി യഹൂദര പ്രവാസികളായി താമസിക്കുന്നവർ ജെറൂസലത്ത് പെന്തക്കോസ്താ തിരുനാളിന് വന്നിരിക്കുന്നവരാണ് അവർ. പഴയ നിയമത്തിൽ നമുക്കറിയാം, അവർക്ക് യഹൂദന്മാർക്ക് പെന്തക്കോസ്തായുണ്ട്. ആ ആചരണത്തിനായിട്ട് ജെറൂസലം ദേവാലയത്തിൽ വന്നിരിക്കുന്ന യഹൂദന്മാരാണ് അവർ. പക്ഷേ പലരും യഹൂദ ഭാഷയായ ഹീബ്രു ഒക്കെ മറന്നുപോയവരാണ്. അവരുടെ കുട്ടികൾ പലപ്പോഴും യഹൂദ ഭാഷ സംസാരിക്കുന്നവരല്ല, അതാത് നാട്ടിലെ ഭാഷ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ച എല്ലാവരും അവനവൻ്റെ നാട്ടിലെ ഭാഷയിൽ ഇത് മനസ്സിലാക്കുന്നു. അത് എങ്ങനെയാണ്? ഈ തീനാവുകളുടെ രൂപത്തിൽ വന്നു എന്ന് പറയാൻ കാരണം എന്താണ്? പഴയ നിയമത്തിൽ സിനായ് മലയിൽ ദൈവം മോശയ്ക്ക് കൽപ്പലകളിൽ തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് 10 പ്രമാണങ്ങൾ എഴുതി കൊടുത്തു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്.
അതിനെ യഹൂദർ റബ്ബിമാർ വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ ആ ചൂണ്ടുവിരലിലൂടെ പരിശുദ്ധാത്മാവാകുന്ന തീനാളം ആ കല്ലിന്മേലത് കൊത്തിവെക്കുകയാണ് ചെയ്തതെന്നാണ്. മാഞ്ഞു പോകാത്ത രീതിയിൽ കൊത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഒരു പുതിയ ഉടമ്പടി തരികയാണ്, പുതിയൊരു നിയമം തരികയാണ്. ആ നിയമം എന്താണ്? ഈശോ തന്ന നിയമമാണ്. സകലരെ സ്നേഹിക്കുക, സകലർക്കും വേണ്ടി ജീവിക്കുക എന്നുള്ള വലിയ പുതിയ നിയമം, പുതിയ ഉടമ്പടി, ഈശോയുടെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. അതല്ലേ നമ്മൾ എല്ലാ ദിവസവും കുർബാനയിൽ ആവർത്തിക്കുന്നത്. ഇത് പാപമോചനത്തിനായുള്ള പുതിയ ഉടമ്പടിയാണ്, എൻ്റെ രക്തത്തിലുള്ള ഉടമ്പടി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ തലയിൽ വന്നിരുന്നതായി കാണുന്നുവോ അവരുടെ എല്ലാം ബുദ്ധിയിലും ഹൃദയത്തിലും ഇപ്രകാരം ആ കരിങ്കല്ലിൽ ദൈവത്തിൻ്റെ ചൂണ്ടുവിരൽ ആകുന്ന, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവാകുന്ന ആ ഒരു തീനാളം കൊണ്ട് കോറിയിട്ടതുപോലെ നമ്മുടെയൊക്കെ ബുദ്ധിയിലും ഹൃദയത്തിലും ആത്മാവ് ഈ പറയുന്ന കർത്താവിൻ്റെ വാക്കുകൾ, വഴികൾ കോറിയിട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സംസാരിക്കാൻ കഴിവില്ലാത്തവർ ആംഗ്യങ്ങൾ കൊണ്ടെല്ലാം മനസ്സിലാക്കും. അതുപോലെ തന്നെ അമ്മ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്ന് ആ കുഞ്ഞെന്താണ് ആവശ്യപ്പെടുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കും. കാരണം എന്താണ്? അമ്മയും കുഞ്ഞും തമ്മിൽ അത്രയധികം അടുത്ത ബന്ധമുണ്ട്. ഈ സംസാരിക്കാൻ കഴിയാത്തവർക്കുള്ള മൂകരുടെ ഭാഷ, സൈൻ ലാംഗ്വേജ്, അത് പഠിക്കാത്തവർക്കും യഥാർത്ഥത്തിൽ കുറേ കഴിയുമ്പോൾ ഇപ്രകാരം ഒരു മാനസികമായ ഐക്യം വന്നു കഴിയുമ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ, അതുപോലെ നമ്മുടെ പ്രതികരണങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകും, അവർക്ക് കഴിയുമെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ ആത്മാവ് നമ്മളിൽ നിരന്തരമായിട്ടുണ്ടായിരിക്കണം. അത് മാഞ്ഞു ആകരുത്. ദൈവത്തിൻ്റെ ആത്മാവ് കോറിയിടുന്നത് മാഞ്ഞു പോവുകയില്ല. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിയിൽ അത് മാഞ്ഞു പോയെന്ന് വരും. അങ്ങനെയല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ, വഴികൾ നമ്മളുടെ എല്ലാ ദിവസത്തെയും, ഓരോ ദിവസത്തെയും അനുദിന ജീവിതത്തെ നയിക്കണമെന്നുള്ളതാണ്. ആ വഴിയിലൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ഈ പെന്തക്കോസ്ത് ദിവസം ഇപ്രകാരം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞവരാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് നിറഞ്ഞവരായിരിക്കും എന്നുള്ള കാര്യമായി പറഞ്ഞുകൊണ്ട് വരുന്നത്. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്ത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ വായിച്ച ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ നിന്ന്, സ്ലീഹന്മാരുടെ നടപടിയിൽ നിന്നുള്ള വായന എല്ലാവരുടെയും മേൽ വരുന്നതാണ്. പരിശുദ്ധാത്മാവെന്ന് കൂടിയിരുന്ന എല്ലാവരുടെയും മേൽ വരുന്നതാണ് കാണുന്നത്. അതേസമയത്ത് സുവിശേഷത്തിൽ പറയുന്നത്, ഇവിടെ ഈ ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന്, ആ ശിഷ്യന്മാർ കൂടുതലായിട്ട് അപ്പസ്തോലന്മാരും അവരുടെ അടുത്ത ആളുകളുമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ എന്നവരുടെ മധ്യേ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ നമ്മുടെ സെമിറ്റിക് ഭാഷയിൽ അത് ഹീബ്രു ആയാലും അറമായിക് ആയാലും അല്ലെ സുറിയാനി ആയാലും അറബി ആയാലും എല്ലാം അവർ എപ്പോഴും ഈ ഒരു കാര്യം പറയും, നിങ്ങൾക്ക് സമാധാനം, അസ്സലാം അലൈക്കും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ. അതുപോലെ തന്നെ ഷലോം അലൈഹം അതവർ പറയും യഹൂദന്മാർ. തിരിച്ചവർ പറയും അതുപോലെ തന്നെ അവർ പറയുന്നത് അലൈഹിം ഷലോം, അല്ലെങ്കിൽ അസ്സലാം അലൈക്കും അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനം നിന്നോടുകൂടിയും ആയിരിക്കട്ടെ. അതവരുടെ ഒരു സാധാരണ ഗ്രീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു അഭിസംബോധന രീതിയാണത്. നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നത് പോലെ തന്നെ അവർ സമാധാനം ആശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈശോ വന്ന് അവർക്ക് സമാധാനം ആശംസിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ഈ കൈകളും പാർശ്വമൊക്കെ അവരെ കാണിച്ചു. എന്ത് കാണിച്ചു? അവിടെയുള്ള മുറിവുകളൊക്കെ കാണിച്ചു. അതായത് അവർക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല, കാരണം അങ്ങനെ അല്ലല്ലോ അതിരിക്കേണ്ടത്. പക്ഷേ ഇവർക്ക് വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെ കാണിക്കുന്നത്. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. വീണ്ടും പറയുകയാണ് കർത്താവ്, നിങ്ങൾക്ക് സമാധാനം.
പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടികർമ്മത്തിൽ തൻ്റെ ജീവനെ മനുഷ്യനിലേക്ക് നിശ്വസിച്ചതുപോലെ തന്നെയാണ് ഇവിടെ വീണ്ടും ഈശോ തൻ്റെ ആത്മാവിനെ ശിഷ്യന്മാരിലേക്ക് നിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ അന്ന് ദൈവം ആ ദൈവം തന്നെയാണ് ഈ ദൈവവും. വ്യത്യാസമൊന്നുമില്ല എന്നാണ്. ഈശോയും അന്നത്തെ യഹോവയായ ദൈവം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അതൊന്നു തന്നെയാണ്. കർത്താവായ ദൈവം, കർത്താവ് എന്നാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയത് മോശയ്ക്കും അഹ്റോനും അതുപോലെ ഇസ്രായേൽ ജനത്തിനുമെല്ലാം. ഇതേ കർത്താവ് തന്നെയാണ് നമ്മുടെ ഈശോ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവായ ഈശോ എന്ന് വിളിക്കുന്നത്. തോമാസിലെ എന്താ പ്രഘോഷിച്ചത്? എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ്. അതായത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അവർ വിശ്വസിച്ചിരുന്ന ആ ദൈവം, യഹോവയായ ദൈവം തന്നെയാണ് ഈ കർത്താവെന്നാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് പറയാനായിട്ട് സാധിക്കണം, ഈ എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഈശോ തന്നെയാണ് എന്ന്. അവരുടെ മേൽ വിശ്വസിച്ചു. അങ്ങനെ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അന്ന് ആദ്യത്തെ ആ ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ട രീതി, അതേ ആത്മാവ് അല്ലെങ്കിൽ ആ വിശ്വാസം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നു അവ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാം പ്രത്യേകമായിട്ട് കൊടുക്കുന്ന അവകാശ അധികാരങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിക്കാനായിട്ട് ആർക്കാ സാധിക്കുക? അത് സാധിക്കുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പല പ്രാവശ്യം നമുക്കറിയാം. സുവിശേഷത്തിൽ കർത്താവ് ഓരോ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയുമ്പോൾ അവർ ഫരിസയന്മാരൊക്കെ പിറുപിറുക്കുന്നത് കാണാം. കാരണം ഈശോ ദൈവമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നതിൻ്റെ കാരണം? ഇന്ന് നമുക്കറിയാം, അത് ഒരു കൂദാശ എന്ന രീതിയിൽ നിർവഹിക്കുന്നത് എപ്പോഴും കർത്താവിൻ്റെ ആ പൗരോഹിത്യത്തിൽ പ്രത്യേകമായ രീതിയിൽ പങ്കുപറ്റുന്ന പുരോഹിതരാണ്. ഈ കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിലെ അവയവങ്ങളെന്ന നിലയിൽ നമുക്കെല്ലാം ഈ ദൗത്യമുണ്ട്, ഈ പാപങ്ങൾ ക്ഷമിക്കാനൊക്കെ ആയിട്ട്. അത് നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലുമൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അതൊരു കൂദാശ എന്ന രീതിയിലല്ല, പ്രത്യുത അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന ഭാവമായിട്ട് മാറണം ഈ പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത്. അതായത് എന്നോട് ചെയ്യുന്ന ഉപദ്രവം മാത്രമല്ല ക്ഷമിക്കുന്നത്, നേരെ മറിച്ച് അവൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും. അപ്പോൾ അവൻ ചെയ്ത പാപത്തിന് എങ്ങനെയാണ് നമ്മളത് ക്ഷമിക്കുന്നത്? എങ്ങനെയാണ് അല്ലെ പരിഹാരം ചെയ്ത്? അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് വലിയൊരു സാക്രിഫൈസ്, ഒരു ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. വെറുതെ അങ്ങ് ക്ഷമിച്ചു വിടുകയല്ല, ഒരുപക്ഷെ അവൻ ചെയ്ത തെറ്റിന് നമ്മൾ പരിഹാരം ചെയ്യുക. അങ്ങനെ അത് ക്ഷമിക്കപ്പെടാനായിട്ട് ഇടയാവുക എന്നുള്ളതാണ്. നമ്മളിലൂടെ ദൈവം അത് ക്ഷമിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയൊരു ദൗത്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ടെന്ന് ഓർക്കുക. പെന്തക്കോസ്ത് ദിനത്തിൽ പ്രത്യേകമായിട്ട് ഈ ആത്മാവിൻ്റെ വിശ്വാസം നമ്മൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ. അന്ന് തലയിൽ ഈ തീനാവുകളുടെ രൂപത്തിൽ വന്നിരുന്നത് പോലെ നമ്മുടെയൊക്കെ ഹൃദയത്തിലും മനസ്സിലും ആ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വഴികളും വചനങ്ങളുമൊക്കെ കോറിയിടട്ടെ, അവിടെ ഇങ്ങനെ എൻഗ്രേവ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുടനീളം ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.